പഴയ പോലെ ഒന്നുമല്ല, ഹെൽത്തിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാവരും നല്ല കോൺഷ്യസ് ആണ് അല്ലേ. കേക്കൊക്കെ ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നവർ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂട്ടോ. ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഓരോ ടേബിൾ സ്പൂൺ വീതം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം. വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് ശർക്കര പൊടിച്ചതും 1/4 കപ്പ് മെൽട്ടാക്കി എടുത്തിട്ടുള്ള ബട്ടറും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അക്ഷയകൽപ ഓർഗാനിക്കിൻ്റെ ബട്ടർ മിൽക്കാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം, ഹെൽത്തിയുമാണ്. ജൈവഭക്ഷണം മാത്രം കഴിച്ച് വളരുന്ന പശുക്കളിൽ നിന്ന് എടുത്തിട്ടുള്ള പാലിൽ നിന്നുള്ള ബട്ടർ മിൽക്ക് ആയതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലത്തെ ചെറിയ പാക്കറ്റായിട്ടാണ് വരുന്നത്. അതിലൊരു സ്ട്രോ ഒക്കെ വരുന്നുണ്ട്, നമുക്ക് കുടിക്കാനും യൂസ് ചെയ്യാം, ഈ കുക്കിങ്ങിനും യൂസ് ചെയ്യാം. മൾട്ടിപർപ്പസ് ആണ് കേട്ടോ. അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ഗോതമ്പ് പൊടി, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, ഒരു 1/4 ടീസ്പൂണ് പട്ട പൊടിച്ചതും കൂടെ ചേർത്തിട്ട് അരിച്ചെടുത്തിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് വെച്ചിട്ട് ചെയ്തെങ്കിലേ കട്ടില്ലാണ്ട് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സും ചേർത്ത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഞാൻ ലോഫ് പാനിലാട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഓവനിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ സംഭവം സെറ്റ്.